പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവമക്കളെ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പം നമ്മുടെ വിഷയം ക്രിസ്തുവിൽ തികഞ്ഞവരാകുക. യാക്കോബ് അതാ പറയുന്നേ. അവകാശി സർവത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തുള്ള ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയുള്ള രക്ഷകന്മാർക്ക് ഗ്രഹജനം കീഴ്പ്പെട്ടത്തിന് ഞാൻ അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ്പ്പെട്ടിരുന്നു. ശിശുക്കളായപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കിടക്കുക. ഏതാ ആദ്യ പാഠം? പാപജീവിതം. യഹൂദന്റെ ശൈശവ ഏതാ? ന്യായപ്രമാണം. അതും ശൈശവമാണ്, ഇതും ശൈശവമാണ്. സ്ത്രീയുടെ സന്തതി വരുന്നവരെ ന്യായപ്രമാണം. സ്ത്രീയുടെ യേശുക്രിസ്തു വരുന്നവരെ ശിശുപാലകനായി ന്യായപ്രമാണം ഭവിച്ചു എന്ന് ഗലാത്യ ലേഖനം. ഇതൊക്കെ വലിയ ഗഹനമായ പഠനങ്ങളാണ്. ഈ വചനത്തിന്റെ പഠനങ്ങളൊന്നും ഇന്ന് വിശ്വാസികൾ കിട്ടുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്ത്രീയുടെ സന്തതി വരുന്നവരെ ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. സ്ത്രീയുടെ സന്തതി വന്ന് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തിയപ്പോൾ ശിശുപാലകം വേണ്ട, കരുത്താർജിച്ചു, ക്രിസ്തുവിൽ വളർച്ച പ്രാപിച്ചു, ക്രിസ്തുവിൻ്റെ ഒരു ദാസനായി, മകനായി, മകളായി. ആ അവസ്ഥയിലേക്ക് വരണ്ടേ? അതല്ലേ ഇവിടെ യാക്കോബ് പറയുന്നേ. ഹല്ലേലൂയ. തികഞ്ഞു വരുവാൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടത്. സമ്പൂർണത, ഒരു തികവ്, ഒരു വളർച്ച, ഒരു ആത്മീകമായ വളർച്ച, സമ്പൂർണത. ഞങ്ങൾ ഈ മാങ്ങ, ഞങ്ങൾക്കൊരു മാവുണ്ടായിരുന്നു. മാങ്ങ പറിക്കാനായിട്ട് വർഷം മാങ്ങ കായ്ക്കും. മാവ് വെട്ടിക്കളഞ്ഞു. ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടായതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. ആ മാങ്ങയിൽ ഞാൻ മാങ്ങ പറിക്കും ചില സമയം. അപ്പോൾ വിളഞ്ഞതുപോലെ തോന്നും, കണ്ട അങ്ങ് പറിക്കും. പഴുപ്പിക്കാൻ വെച്ച് കഴിയുമ്പോൾ നല്ല വിളഞ്ഞതൊക്കെ പഴുത്ത് നല്ല ടേസ്റ്റോടുകൂടി മധുരമായിട്ട് ജ്യൂസ് അടിക്കാനോ മുറിച്ച് തിന്നാനോ ഒക്കെ നന്നായിരിക്കും. ഈ പാകമാകാത്തത് എന്ത് ചെയ്യും? പുളി കൊണ്ട് വായിലോട്ട് വെക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അത് പാകമായില്ല, അത് വിളഞ്ഞില്ല, അത് തികഞ്ഞില്ല, അത് വളർച്ച കിട്ടിയില്ല, സമ്പൂർണ്ണതായ ഒരു വളർച്ചയിലേക്ക് അത് വന്നില്ല. എന്നതുപോലെ ഇന്ന് വിശ്വാസികൾ, ഇന്ന് സഭകളിൽ കിടക്കുന്ന വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും യാതൊരു ആത്മീയ വളർച്ചയില്ലാത്തവരും ആത്മീയ വർധനമില്ലാത്തവരും ആത്മീയ നിറവില്ലാത്തവരുമാണ്. അവരെ കൊണ്ട് ഒരു കാര്യം നടക്കുന്നുണ്ട്, പാസ്റ്റർമാർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ കാരണം അവരൊക്കെ ITPയിൽ ജോലി ചെയ്യുന്നവരാ, അവരൊക്കെ വലിയ വലിയ ശമ്പളമുള്ളവരാ, അവർ വലിയ വലിയ ഹയർ സ്റ്റഡി നടത്തുന്നവരാ, അവരുടെ അപ്പനും അമ്മയൊക്കെ വിദേശത്താണ്. അപ്പനും അമ്മയൊക്കെ ഇഷ്ടംപോലെ കാശുമൊക്കെ കഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറേ കൊള്ളു പാസ്റ്റർമാർ ഇല്ല. എല്ലാവർക്കും സുഖസമൃദ്ധി. ഭക്ഷിക്കാനും ഉടുക്കാനും നടക്കാനും എല്ലാറ്റിനും യാത്ര ചെയ്യാനും സുഖകരമായ വാഹനങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് മീറ്റിംഗ് നടന്നിരുന്ന സമയത്ത് VA തോമസ് പ്രസംഗിക്കാൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ, ഇപ്പോഴും ഓർക്കും, എനിക്ക് നന്നായിട്ട് അറിയാം അതിനെക്കുറിച്ച്. ആ വഴിയിൽ വെളിച്ചം പോലും ഇല്ല. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില കപ്പവടകളിലൊക്കെ ആയിരിക്കും മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ പന്തമൊക്കെ കൊളുത്തി അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചേക്കും. കാരണം ആൾക്കാർ വന്ന് കുഴി ചാടാതിരിക്കാൻ. പിന്നെ ആൾക്കാർ മീറ്റിങ്ങിന് വരുന്നതോ ചൂട്ട് കത്തിച്ചിങ്ങനെ വീശിയൊക്കെ വരുന്നത്. അങ്ങനെയുള്ള വരവും അങ്ങനെയുള്ള അന്നത്തെ കൂടിവരവുകളും അന്നത്തെ പ്രസംഗങ്ങളും അന്നത്തെ ശുശ്രൂഷകന്മാരും ഒന്നും ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഇന്നോ എമർജൻസി ലൈറ്റായി, നല്ല ഒന്നാം തരം പുൾപിറ്റുകളായി, AC റൂമായി, ദൈവകൃപയുടെ ഒരു തുള്ളി പോലും ഇല്ലാത്ത അവസ്ഥയായി. വെറും ഷോ മാത്രമായി മാറി, വെറും പ്രഹസനങ്ങൾ മാത്രമായി മാറി. പ്രാർത്ഥനയും പ്രസംഗങ്ങളും ഉപവാസങ്ങളെല്ലാം വെറും പ്രഹസനങ്ങളായി മാറി. അടിയും പിടിയും ബഹളവും ആത്മീയതയുടെ ഒരു കണിക പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ വിളിച്ചു പറയുന്നു, ആ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്തുകാരെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പിതാക്കന്മാർ ജീവിച്ച കാലഘട്ടത്തുള്ള കൊച്ചുഞ്ഞുദേശിയും KEബ്രാം സാറും അതുപോലെ
PM ഫിലിപ്പ് അപ്പച്ചൻ, TG ഉമ്മച്ചൻ, ഡാനിയൽ സാറ്, അതുപോലുള്ള വലിയ പാസ്റ്റർമാർ, പാവം പിടിച്ചവർ, കഷ്ടതയിൽ കൂടി തിന്നാനും കുടിക്കാനും ഇല്ലാതെ ജീവിച്ചിരുന്നവർ. കെ ഇബ്രാഹിം സാറ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ, കെ ഇബ്രാഹിം സാറിൻ്റെ സമകാലികനാണ് ഞങ്ങളുടെ ഉപദേശി, ഞങ്ങളുടെ വചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ. അദ്ദേഹം പറഞ്ഞ ഒത്തിരി അറിവുകൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. 2 രൂപ സ്വോത്രാഴ്ചയായിട്ട് കൊടുക്കും എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ കെ ഇബ്രാഹിം സാറിന്. 50 പൈസ കയറി വരുന്ന കെ ഇബ്രാഹിം സാറിൻ്റെ വീടിൻ്റെ താഴെയൊക്കെ വിശ്വാസികളുണ്ട്. 50 പൈസ ഒരു വീട്ടിൽ കൊടുക്കും, 50 പൈസ വേറൊരു വീട്ടിൽ കൊടുക്കും. ബാക്കി 1 രൂപയിൽ 50 പൈസയ്ക്ക് ചാളയും 50 പൈസയ്ക്ക് കപ്പയും മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ വീട്ടിൽ അമ്മച്ചി ചോദിക്കുക, ഈ കപ്പയും ഈ ചാളയും മതിയോ, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വേണ്ടേ? ഇടി അത് അപ്പുറത്തെ വീട്ടുകാർക്ക് അവർക്ക് അടുപ്പ് പുകയുന്നില്ല, അതുകൊണ്ട് അവിടെ കൊടുത്തു 50 പൈസ. 50 പൈസ കൊടുത്താൽ 3-4 കിലോ ചക്ക ഇതൊക്കെ കിട്ടും. 50 പൈസ കിട്ടിയാൽ സുഭിക്ഷമായിട്ട് കഴിക്കാമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഉപദേശി കൊടുത്തിട്ട് പോരുന്നത്. അവരും പട്ടിണി കിടക്കുക. ഇന്നോ മൂക്കുമുട്ട തിന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കുക. കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൂടി കയറി തിന്നാനും വയ്യ, കുടിക്കാനും വയ്യ, ആ അവസ്ഥയിൽ കിടക്കുക. മനസ്സിലായില്ലേ? ഇന്നത്തെ വിശ്വാസികളുടെ നല്ലൊരു പങ്ക് ഹോസ്പിറ്റലുകാർ തിന്നെയല്ലേ. സത്യമായിട്ട് ഞാൻ പറയുക, അവരുണ്ടാക്കുന്ന കാശിൻ്റെ നല്ലൊരു ശതമാനം ഹോസ്പിറ്റലുകാർ തിന്നുകൊണ്ടിരിക്കുക. എന്നാലും പാവം പിടിച്ചുകൊണ്ട് കൊടുക്കത്തില്ല. സ്തോത്രത്തോടെ കൊണ്ടുവന്ന് ഡോക്ടറിൻ്റെ ഗൂഗിളിലോട്ട് അങ്ങ് പേ ചെയ്ത് കൊടുക്കും. ഇവരെ കിട്ടാൻ കാത്തിരിക്കുക ഡോക്ടർമാരും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, പറയാൻ പോയാൽ പിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞു വരണം. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ പ്രായത്തിൻ്റെ അളവിലേക്ക് നമ്മൾ നടത്തപ്പെടണം. എഫേസ്യ ലേഖനത്തിൻ്റെ പഠനം ഞാൻ മുമ്പും പറഞ്ഞത് അങ്ങനെയാണ്. അവൻ ചില അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. എഫേസ്യർ 4:11 എന്തിനാണ് നിയമിച്ചത്? നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവും നമുക്കെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാനായിട്ട് സ്നേഹത്തിൽ സത്യസന്ധതയിൽ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരാനിടയായിത്തീരണം. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയായാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. കർത്താവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. വചനം കേട്ട് വളർച്ച പ്രാപിക്കുന്നു. വചനം കേട്ട് ആത്മീയവർദ്ധന പ്രാപിക്കുന്നു. പ്രവൃത്തി 9:31 യഹൂദ, ഗലീല, ശമരിയ സഭകളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വളർച്ച പ്രാപിച്ചു, ആത്മീയവർദ്ധന പ്രാപിച്ചു. കർത്താവിനുള്ള പ്രബോധനം കേട്ട് വളർന്നുകൊണ്ടിരുന്നു. ഇന്നോ അതൊന്നുമില്ല, വെറും പ്രഹസനങ്ങളായി മാറി. ഇന്ന് ആത്മീയ വളർച്ചയില്ല, ആത്മീയ വർധനമില്ല, ആത്മീയ നിറവില്ല, എല്ലാം ഷോയായി മാറി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്ന സഭയുടെ നിലവാരത്തിലേക്ക് സഭകൾ വരണം. പാസ്റ്റർമാർ അതിനുവേണ്ടി ഉപദേശം പ്രസംഗിക്കാൻ തുടങ്ങണം. ഇന്നു മുതൽ, ഇത് കേട്ട ഇന്നു മുതൽ. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചുമ്മാ പറയല്ല, വില കൊടുത്തിരുന്ന് പറയുക. കഴിഞ്ഞ ദിവസം സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ച് പ്രബോധിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു പാസ്റ്റർ ഒരു നല്ലൊരു ഡോക്യുമെൻ്ററി ഒരു പ്രസ്താവന ഇറക്കി. എനിക്ക് വളരെ ഇഷ്ടമായി. 9-10 മിനിറ്റേ ഉള്ളൂ. ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ സഭയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 2000-3000 വർഷം പുറകോട്ട് പോവുക. പുതിയ നിയമസഭയ്ക്ക് 2000 വർഷത്തെ പാരമ്പര്യമേ ഉള്ളൂ. 4000-5000 ഒന്നും ഇല്ല. സങ്കീർത്തന വായനയൊക്കെ വരുമ്പോൾ 3000-4000 പോവുക. ആ വെട്ടും കുത്തും അടിയും ബഹളവും യുദ്ധങ്ങളും. അപ്പം അത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നേ. കേസും കോടതിയും വഴക്കും ഇവിടെ നടക്കുന്നതിൻ്റെ കാര്യം അതല്ലേ. തമ്മിൽ സ്നേഹിക്കാനുള്ള പ്രമാണം കർത്താവ് നമുക്ക് തന്നതല്ലേ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം വസിക്കുന്നതിന് കോടതി പോകാൻ പറ്റുമോ? തമ്മിൽ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന് കോടതി പോകാൻ പറ്റുമോ? കേസിന് പോകാൻ പറ്റുമോ? രക്ഷിക്കപ്പെട്ട വക്കീലിനെ കൊണ്ടല്ലേ കോടതി പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞു വരിക. ആത്മീയമായൊരു തികവ് നമുക്കുണ്ടാകണം, ഒരു വളർച്ച നമുക്കുണ്ടാകണം, ഒരു ആത്മീയ നിറവ് നമുക്കുണ്ടാകണം. അതാ ഇവിടെ പൗലോസ് പഠിപ്പിക്കുന്നേ. അല്ല, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാം പഠിപ്പിക്കുന്നതാ. നിങ്ങൾ തികഞ്ഞവരും ദൈവത്തെ സംബന്ധിച്ചൊക്കെയും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. സ്ഥിരത, പേഷ്യൻസ്, സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇനി 5-ാം വാക്യത്തിലേക്ക് വരിക.
നിങ്ങളിൽ ഒരുത്തൻ ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും അവധമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. 1, 2, 3, 4 വാക്യത്തിൽ ഞാൻ ഒത്തിരി നേരം നിൽക്കാനുണ്ട്. കാരണം വിഷയം കിടപ്പുണ്ടവര്. ഇനിയും അതിൽ നിന്ന് സംസാരിക്കാനുണ്ട്. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും നമ്മൾ. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫത്സിക്കാതെ എല്ലാവർക്കും അവധമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കള്ളത്തിലേക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ ഒന്നും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. അപ്പോൾ ജ്ഞാനം കുറവാകുന്നെങ്കിൽ എന്ത് ജ്ഞാനമാണ് ഉദ്ദേശിക്കുന്നത്? ലോകത്തിൻ്റെ ജ്ഞാനമാണോ അതോ വേറെ വല്ല ജ്ഞാനമാണോ? ആ ജ്ഞാനത്തെക്കുറിച്ച് യാക്കോബ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടും നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കണം. അപ്പോൾ ആത്മീകമായ ജ്ഞാനമാണ് ഇവിടെ വേണ്ടത്. നിങ്ങളിൽ ഒരുവൻ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണം, സൗമ്യത, നല്ല നടപ്പ്, പ്രവൃത്തികൾ കാണിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക് പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എന്തുണ്ട്? ആ ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ഉയരത്തിൽ വരുന്ന ജ്ഞാനമല്ല. ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ഏതൊക്കെയാ? ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട്, ഈർഷ്യ വെച്ചുകൊണ്ട്, ശാഠ്യവും വഴക്കുമായിട്ട് പോകുന്നെങ്കിൽ എന്താണ്? അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. അത് സാത്താൻ്റെ വകുപ്പാണെന്നാണ് യാക്കോബ് പഠിപ്പിക്കുന്നത്. ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടമില്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഈ ജ്ഞാനമാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ഇനി കൊരിന്ത് ലേഖനത്തിൽ ഈ വിഷയം പറയുമ്പോൾ കൊരിന്ത് ലേഖനത്തിലെ ഭാഗം തൊട്ടുപോകാതിരിക്കാൻ നിവൃത്തിയില്ല. ക്രൂശിൻ്റെ വചനം നശിച്ചുപോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടും നമുക്ക് ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിൻ്റെ താർക്കികനെവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? അപ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനം പോഷത്വമാണ്. ലോകത്തിലെ ജ്ഞാനികൾ പോഷന്മാരാണ്. അങ്ങനെ പഠിച്ചോളാം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് അതിനുള്ള പഠനം കിട്ടുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. യഹൂദന്മാർക്കിട്ട് ചെയ്യും, ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ ഇവിടെ ജ്ഞാനമെന്ന് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്. കർത്താവിനെ അറിയുന്നവനാണ് ജ്ഞാനി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. ഈ ഭാഗം തന്നെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായി ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നേമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി സംസാരിക്കുന്നത്. ഏതാണ് ഈ ദൈവത്തിൻ്റെ ജ്ഞാനം? അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. യഹൂദന്മാരും റോമക്കാരും ആരും അറിഞ്ഞില്ല ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ക്രിസ്തുവെന്ന്. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാണെന്ന് ഇവിടെ അപ്പോസ്തലൻ പഠിപ്പിക്കുക. കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം. ജ്ഞാനം എവിടെ കിട്ടും? യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ വായിച്ചാൽ എത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നും. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം നിങ്ങൾ മുഴുവൻ വായിക്കുക. അത് വായിക്കാനുള്ള സമയം എനിക്ക് മുമ്പിലില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ. ഹല്ലേലൂയ.
അതിൻ്റെ 12 മുതൽ, എന്നാൽ ജ്ഞാനം എവിടെ കിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ള ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അതെന്നില്ല എന്ന് ആഴി പറയുന്നു, അതെൻ്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. ജ്ഞാനം തങ്കം കൊടുത്താൽ കിട്ടത്തില്ലെന്ന്. അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അത് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറുമില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? ആ സകല ജീവികളുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ബുദ്ധിരാക്ഷസന്മാർക്ക് മറഞ്ഞിരിക്കുകയാണ് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ദൈവമക്കളെ, അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു എന്നാണ് ജോബ് പറയുന്നത്. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അത് കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴിയറിയുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും അറ്റത്തോളവും നോക്കി കാണുന്നു. ആകാശത്തിൻ്റെ കീഴൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന് അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അതുകൊണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ അരുളി ചെയ്തു. മനസ്സിലായില്ലേ? കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം. യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ല, ഇത്ര മനോഹരമായൊരു പഠനമാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ദൈവികമായ ജ്ഞാനം, ആത്മീകമായ ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് പ്രവർത്തിക്കണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് പ്രാപിക്കണം നമ്മൾ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം പോഷത്വമാണ്. ഇന്ന് ബൈബിൾ സെമിനാരിയിൽ പോയിട്ട് ഈ ലോകത്തെക്കുറിച്ച് മുഴുവൻ പഠിച്ച് ഈ ലോകത്തിലെ മതങ്ങളെക്കുറിച്ചും റിലിജൻസിനെ കുറിച്ചും ഇതിൻ്റെ ട്രഡീഷൻ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ് കുട്ടികൾ. പഠിച്ചിട്ട് യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് പഠിക്കത്തുമില്ല. അതാണ് കുഴപ്പം. ഇത് പഠിച്ചിട്ട് അത് പഠിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അതില്ല. ലോകത്തിലെ ജ്ഞാനം മുഴുവൻ പഠിക്കും, ക്രിസ്തുവിനെ കുറിച്ച് അറിയത്തില്ല. എന്നാൽ പൗലൂസ് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ പൗലൂസിൻ്റെ ആ പ്രസ്താവന കേട്ട് ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. പൗലൂസ് എന്താ പറഞ്ഞേ? പെന്തക്കോസ്തുകാരൊക്കെ അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ 1 കൊരിന്ത്യർ 2:1 മുതൽ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുയേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണം എന്ന് ഞാൻ നിശ്ചയിച്ചു. എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിഞ്ഞാൽ അത് മറ്റൊന്നും എനിക്ക് അറിയണ്ട. നമുക്കിപ്പോൾ എന്തൊക്കെ അറിയണം? ഈ ലോകത്തിലെ സകല ഓളജിയും മനസ്സിലാക്കി ലോകം മുഴുവൻ അരച്ചു കലക്കി കുടിച്ച പാസ്റ്റർമാരെ എന്തിനു കൊള്ളാവരെ? പൗലൂസ് പറഞ്ഞാൽ എനിക്ക് എല്ലാ അറിവൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊന്നും എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. അതല്ലേ പൗലൂസ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിയണമെന്ന് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇരുന്നു. ഞാൻ ബലഹീനത്തോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടി ഇരുന്നു. എന്താ കാര്യം? നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. ഇതൊന്ന് പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യനാകുന്ന ഞാൻ പൗലൂസ് ഒരു ജ്ഞാനിയാ, ഒരു റബ്ബിയാ. ന്യായപ്രമാണത്തെക്കുറിച്ചും മറ്ററിവിനെ കുറിച്ചും 2 PhD ബിരുദമുണ്ട്. 2-3 കപ്പലുടെ ഉടമയായിരുന്നു. വലിയ കുടുംബത്തിൽ പിറന്നവനാ, ധനാഢ്യനാ, ജ്ഞാനിയാ. കൊരിന്ത്യരെ, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജ്ഞാനം എൻ്റെ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ രക്ഷ ശരിയാകത്തില്ല. ഇന്നിപ്പോൾ ഇതല്ലേ നടക്കുന്ന മുഴുവൻ. എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം അത്ര എന്ന് പൗലോസ് പഠിപ്പിച്ചു. ഇന്ന് ജ്ഞാനം കൊണ്ടല്ലേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഒരു 10 ഇട്ട, ഒരു 10 ഇക്ക, ഒരു 10 ഇങ്ങ, ഒരു 10 ഇഞ്ഞ, ഒരു 10 ഇബ്ബ, ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ വലിയ പ്രാസംഗികനായി. പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന പ്രാസംഗികന്മാരാ. ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ആളില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ആ ക്രിസ്തുവിനെ പ്രസംഗിച്ച് നമ്മൾ ദൈവമക്കളെ, നമ്മൾ വിശ്വാസികളെ വളർത്തിയെടുക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിച്ച് വളർത്തുക.
നശിപോയിരിപ്പം പുത്രനെ ചുംബിക്കാൻ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിക്കാൻ അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ മുക്കുവന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തേ? അന്ന് ജീവിച്ചിരുന്നതിൽ ഈ അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും ശിഷ്യന്മാരായ തത്വജ്ഞാനികൾ ഉണ്ടായിരുന്നു. അന്ന് കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് വലിയ ജ്ഞാനികൾ ഉണ്ടായിരുന്നു. എന്താ അവരെ ആരെയും തിരഞ്ഞെടുക്കാത്ത? വലിയ വലിയ സ്റ്റോയിക്കൾ ഉണ്ടായിരുന്നു, വലിയ വലിയ ജ്ഞാനികൾ ഉണ്ടായിരുന്നു. ഈ ചാള പിടിച്ചു നടന്നവനൊക്കെ എന്തിനാ തിരഞ്ഞെടുത്തേ? അതെ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്ന് അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയായിരുന്നു. ഈ ജ്ഞാനികൾ ആരും ക്രിസ്തുവിനെ പ്രസംഗിക്കത്തില്ല. അവരുടെ അറിവുകൾ കുടഞ്ഞിടുക ചെയ്യുന്നത്. പ്രസംഗ പീഠങ്ങൾ അവർ ബൈബിൾ കോളേജിൽ പഠിച്ചതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രാപിച്ചതുമായ അറിവുകൾ കുടഞ്ഞിടുക ചെയ്യുന്നത്. ഈ അറിവുകൾ കൊണ്ട് ഗുണമില്ല. പ്രസംഗം എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ എടുത്ത് ഉപയോഗിക്കേണ്ടത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്തെന്നാൽ ഉണ്ടോ? പ്രവൃത്തി പുസ്തകം ആദ്യത്തെ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയോ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രസംഗിക്കാൻ തുടങ്ങി. ആത്മാവ് നിറഞ്ഞാണ് പ്രസംഗിക്കേണ്ടത്. ആത്മാവിലാണ് പ്രസംഗിക്കേണ്ടത്. ആത്മശക്തിയാലാണ് പ്രസംഗിക്കേണ്ടത്. ആത്മനിറവിലാണ് പ്രസംഗിക്കേണ്ടത്. ആത്മനിറവിലാണ് ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത്. ഈ സകല ഓർഡറുകളും തെറ്റിച്ച്, സകല അതിരുകളും തെറ്റിച്ചാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം വിശ്വാസികൾ പേറിക്കൊണ്ടിരിക്കുക. അവസാനം പോയി നരകത്തിലും വീഴും. അതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പേടിച്ചരണ്ടിരിക്കുക. എത്ര വിശ്വാസികളുണ്ട് ഇന്ന് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ? എത്ര ശുശ്രൂഷകന്മാരുണ്ട് വിശ്വാസികളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നവർ? ആരെങ്കിലും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ അവനെ പാറ വെച്ച് എങ്ങനെയും പുറത്ത് ചാടിക്കും. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ശുശ്രൂഷയായിട്ട് ഏറ്റെടുത്തിരിക്കുക. ഞാനതിനെക്കുറിച്ച് പറയുന്നവരെല്ലാം ശത്രുവിൻ്റെ കൈകളിൽ ഉപയോഗിക്കപ്പെടുന്നവരായി മാറി. അനേക പാസ്റ്റർമാർ, അനേക ശുശ്രൂഷകന്മാർ പിശാചിൻ്റെ കരാള ഹസ്തങ്ങളിൽ അമർന്നുപോയി. അവരുടെ ഭൗതികവും അവരുടെ ലോകത്തിൻ്റെ അറിവുകളും അവരുടെ കഴിവും അവരുടെ പ്രാപ്തിയും ഒക്കെ സാത്താൻ മുതലാക്കി അവരുടെ പൂണിയിലാക്കി കഴിഞ്ഞു. മനസ്സിലായോ? ഒരു നല്ല തുടക്കം കുറിച്ച കേരളത്തിലെ വിലപ്പെട്ട കുറേ പാസ്റ്റർമാരെ അവരവസാനം പിശാചിൻ്റെ കെണിയിലായി. അതിന് ഒത്തിരി അനുഭവങ്ങളുണ്ട് എനിക്ക് പറയാൻ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഹല്ലേലൂയ, നിനക്ക് ജ്ഞാനം കുറവാകുന്നെങ്കിൽ നീ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ഒരുത്തന് ജ്ഞാനമുണ്ടെങ്കിൽ അവനെ ഫൽസിക്കണ്ട, അവനെ നിരസിക്കണ്ട. അവനത്രയും കിട്ടിയല്ലോ എന്നൊന്നും പറയണ്ട. നീ ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നിനക്ക് തരും. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, സുബോധത്തിൻ്റെ വചനം, വിവേകത്തിൻ്റെ വചനം അത് തരും, നിനക്ക് തരും. അതവിടെ പറയുന്നത്. വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടലത്തിലേക്ക് സമയം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. ഇരുമനസ്സോടുകൂടി നമ്മൾ ജീവിച്ചാൽ ഒരു ഗുണമുണ്ട്. ഏക മനസ്സുള്ളവരാണ്, ഏകഭാവമുള്ളവരാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഒന്നുമല്ല വാക്യങ്ങളൊന്ന് വായിച്ചേ. മനസ്സിനെ കുറിച്ച് അവിടെ പറയുന്ന എത്ര മനോഹരമായ നിലയിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഒന്നുമുള്ള വാക്യങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പൗലോസ് അവിടെ പഠിപ്പിച്ചേക്കുന്നത്. ഇരുമനസ്സുള്ളവരാകാതെ ഏക മനസ്സുള്ളവരാകുക. 2:1 മുതൽ ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമെത്തപ്പെട്ട് ഏകഭാവമുള്ളവരായി, ഇങ്ങനെ എൻ്റെ സന്തോഷം പോലെ വാക്യം കണ്ടോ. ഏകഭാവം, ഐക്യമെത്തിപ്പെടുക, ഏക മനസ്സ്, ഇരുമനസ്സുമായിട്ടിരിക്കാതെ. 10 വിശ്വാസികൾ ഇരുന്നാൽ 10 നിലയിലിരിക്കുക. പാലകെ പിരിഞ്ഞ പോലെ. പിന്നെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നത്? സഭകളിൽ പെട്ടിരിക്കുന്ന ദുരന്തം അതാ. അതിനായി പറയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം അങ്ങോട്ട് പഠിപ്പിക്കണം. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ സഭയെ പഠിപ്പിക്കണം. ഓരോ അധ്യായങ്ങളും വായിച്ച് പഠിപ്പിക്കണം.
അവരെ പഠിപ്പിച്ച് ഈ ഉപദേശമനുസരിച്ച് ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ച് അവരെ പഠിപ്പിച്ച് ആ വചനത്തിലൂടെ അവരെ വളർത്തിയെടുക്കണം. എന്നിട്ട് വേണം അവരുടെ സ്വോത്രാഴ്ച മേടിച്ച് ഭക്ഷിക്കാൻ. ഇല്ലെങ്കിൽ അതൊന്നും ദഹിക്കത്തില്ല. അവസാനം സഭ അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് ഞങ്ങളെ ദൈവജനം പഠിപ്പിച്ച ദൈവദാസൻ പറഞ്ഞത്. സഭ ഈ ട്രെയിനിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കിലൂടെ അത് യാത്ര ചെയ്യുള്ളൂ. വേറെ ആ ട്രാക്ക് വിട്ടു കഴിഞ്ഞാൽ പലയിടത്തും പോയി വീഴും, തലകുത്തലം അറിയും. അതുകൊണ്ട് സഭയ്ക്കൊരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. സഭയുടെ തൂണുകളായ അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന അപ്പോസ്തലിക ഉപദേശം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ ഉപദേശത്തിൻ്റെ വ്യവസ്ഥയിലാണ് സഭ നിൽക്കേണ്ടത്. ആ ഉപദേശം വിട്ടുപോയാൽ പോയി. അതാണ് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ പ്രസംഗിച്ച വിഷയം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. സഭ ദാരിദ്ര്യത്തിലേക്ക് പോകാനുള്ള കാരണം ദൈവസഭയുടെ സമ്പത്ത്, പഥ്യവചനം, പഥ്യോപദേശം, നിധി, ആ ഉപനിധി വിട്ടു കളഞ്ഞപ്പോൾ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. സഭയുടെ സമ്പത്ത് ഉപനിധിയായിരുന്നു, പഥ്യവചനമായിരുന്നു, പഥ്യോപദേശമായിരുന്നു. അത് വിട്ടപ്പോൾ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട വിട്ടിട്ട് ബുദ്ധിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കുരുടന്മാരുടെ ഗ്രൂപ്പായി മാറി. ഇന്ന് ബുദ്ധിയിലുള്ള പ്രസംഗവും ബുദ്ധിയിലുള്ള പഠിപ്പിക്കലുമാണ്. ബൈബിൾ കോളേജിൽ ഏറെയും അങ്ങനെ നടക്കുന്ന. പണ്ടൊക്കെയുള്ള ബൈബിൾ കോളേജ് പോലെ അല്ല ഇന്ന്. തലയണ്ണി സായിപ്പിൻ്റെ കാശ് മേടിച്ച് ഒരാൾക്ക് കിട്ടുന്ന $100 $50 പോലും ചിലവാകത്തില്ല. ബാക്കി എന്ത് ചെയ്യുക? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബൈബിൾ കോളേജുകൾ കൂത്തുകാഴ്ചയായി ഭവിച്ചുകൊണ്ടിരിക്കുക ഇന്ന് പലയിടത്തും. മനസ്സിലായോ? പേരിന് വേണ്ടി എല്ലാം ഉണ്ട്. പലർക്കും അതുകൊണ്ട് മെച്ചങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, അല്ല വേറൊന്നുമല്ല. അതൊക്കെ നടത്തുന്നതുകൊണ്ട് പലർക്കും നല്ല ലാഭമുണ്ട്. കച്ചവടം നല്ല പൊടിക്കുക. മനസ്സിലായോ? ഈ പഠിച്ചിറങ്ങുന്ന വിശ്വാസികളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും എനിക്കല്ലേ അറിയാവുള്ളൂ. ഞാൻ 4-5 വർഷം കിടന്ന് ചവിട്ടി തൊഴിച്ചതല്ലേ. ഈ 10-100 ഇരുന്ന് പഠിച്ചതിൽ വെറും വിരലെണ്ണാവുന്നവരേ ഉള്ളൂ കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെട്ട. ബാക്കി മുഴുവൻ തിന്നാൻ വന്നവരാ. SSLC തോൽവി ശതമാനം കൂടുമ്പോൾ ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കൂടും. കണ്ടോ? ക്ലിയർ ആയില്ല? ഇതൊക്കെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഇപ്പം എന്തുകൊണ്ട് പറയാൻ പാടില്ല? ഉള്ളത് യാഥാർത്ഥ്യം മനസ്സിലാകണ്ടേ മറ്റുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുകയാണ്, ചില മിനിറ്റുകൾ മാത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ പ്രബോധനം ഒന്ന് ശ്രദ്ധിച്ചേ. എത്ര മനോഹരമാണ്, എത്ര ഈടുറ്റ വചനങ്ങളാണ്, എത്ര കരുത്തായ സബ്ജക്റ്റുകളാണ് നാം പറഞ്ഞു വയ്ക്കുന്നത്. കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും നിരാശകളും വരുമ്പോൾ നമ്മൾ കിടന്ന് അയ്യം വിളിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് സമർപ്പിച്ച് മുൻപോട്ട് പോയാൽ കർത്താവിൽ നിന്ന് നമുക്ക് ആത്മീയമായ വളർച്ച കിട്ടാനിടയായിത്തീരും. നമ്മൾ ആത്മീയമായ അഭിവൃദ്ധിയിലേക്ക് നടത്തപ്പെടും. അല്പ കഷ്ടങ്ങൾ, ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. എൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. അതാണ് ഒരു ഭക്തൻ്റെ ജീവിതം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ നമുക്ക് നേരിട്ടാലും, ഒരുപക്ഷെ മരിക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമല്ലെന്ന് ഓർത്തോളൂ. കർത്താവിൽ പ്രതി മരണം നമ്മളെ കൊണ്ടുപോയെന്ന് വെച്ചോ, ഒരു കുഴപ്പമില്ല. എൻ്റെ പ്രത്യാശ, ഞാനത് പറയാൻ താല്പര്യപ്പെടുക. എൻ്റെ രോഗമുള്ള ശരീരം, എൻ്റെ ഈ ബലഹീനമായ ശരീരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ഇത് കർത്താവിന് ലഭിച്ചതുപോലെ ഒരു രൂപാന്തര ശരീരമായി തീരും. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു സ്വർഗീയമായ അനുഭവത്തിൻ്റെ ഉടമയായി ഞാൻ തീരും. ഇന്ന് ഞാൻ ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ എൻ്റെ കഷ്ടതയ്ക്കും എൻ്റെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ ഞെരുക്കങ്ങൾക്കും ഒരു തിരശീല വീഴാൻ പോവുകയാണ്. ആ മഹാസന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകും. അതാണ് ഒരു ദൈവത്തിൻ്റെ പ്രത്യാശ. അതാണ് വിശ്വാസികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. അത് ഈ ലോകത്തിൽ കുറേ കാശും കുറേ കൂട്ടി മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല ശമ്പളക്കാരാക്കി 5 അക്കം 6 അക്കം ശമ്പളമൊക്കെ മേടിച്ച് സുഖലോലുപന്മാരെ ജീവിച്ച് നരകത്തിൽ പോകണമെന്നല്ല പഠിപ്പിക്കേണ്ടത്. പണ്ട് ക്യാപ്റ്റൻ ശമ്പോല് പറഞ്ഞുള്ള, നിൻ്റെ മോൻ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകിയാലും കുഴപ്പമില്ല, കാഹളം ധ്വനിക്കുമ്പോൾ അവന് രൂപാന്തരം കിട്ടുന്നു എന്ന് നോക്കിയാൽ മതി. അതിന് മുൻപ് മരിച്ചുപോയാൽ അവന് ഉയർത്തെഴുന്നേൽപ്പ് കിട്ടിയാന്ന് നോക്കിയാൽ മതി. പഠിപ്പിച്ച് ആർക്കും കൊള്ളൂലാത്ത അവസ്ഥയിലാക്കി മാറ്റിയ ചരിത്രങ്ങളല്ലേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.
ലോകമനുഷ്യരെ പിള്ളേരും അങ്ങനെ തന്നെയല്ലേ? പഠിപ്പിച്ച് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലാക്കിയില്ലേ? അപ്പനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളായി മാറിയില്ലേ? തലമുറകൾ മുഴുവൻ കർത്താവിനെ വിട്ടുപോയില്ലേ? ദൈവഭയം അറ്റുപോയില്ലേ? വചനധ്യാനവും പ്രാർത്ഥനയും ഇല്ലാത്ത തലമുറകളായില്ലേ നമുക്ക്? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നിരന്തരമായ വചനധ്യാനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. ഈ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ മാർക്കിട്ട് പോകുകയല്ല വേണ്ടത്. യാക്കോബിൻ്റെ ലേഖനം വായിച്ചു പഠിക്കണം, കൊരിന്ത് ലേഖനം വായിച്ചു പഠിക്കണം, എഫേസ് ലേഖനം വായിച്ചു പഠിക്കണം, ലേഖനങ്ങൾ മുഴുവൻ വായിച്ചു പഠിക്കണം. പൗലൂസിൻ്റെ ലേഖനങ്ങൾ, പത്രോസിൻ്റെ ലേഖനങ്ങൾ, യോഹന്നാൻ്റെ ലേഖനങ്ങൾ, യാക്കോബിൻ്റെ ലേഖനങ്ങൾ, യൂദയുടെ ലേഖനം എല്ലാം വായിച്ചു പഠിക്കണം. വായിച്ച് പഠിച്ച് അതിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം നമ്മൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഇടയായിത്തീരും. ഒത്തിരി വിഷയങ്ങൾ ഈ വേദഭാഗങ്ങളിൽ കിടപ്പുണ്ട്. 8 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ബാക്കി 9 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ വാട്സപ്പിൽ സ്തോത്രം ആ വചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനിടയായിത്തീരും. അതെല്ലാം വചനം പ്രസംഗിച്ച് അത് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. യൂട്യൂബിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനിടയായിത്തീരും. ഈ വചനങ്ങൾ കേൾക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾ കേൾക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്നാൽ നമ്മൾ കർത്താവിൻ്റെ സഭയായി. ഇല്ലെങ്കിൽ സഭയൊന്നും കർത്താവിൻ്റെതാകത്തില്ല. ഇന്ന് കർത്താവിൻ്റെ സഭ വിരളമാണ്. കർത്താവിൻ്റെ സഭ ഇന്ന് ഭൂമിയിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. സഭയിലെ വിശ്വാസികൾ ചെതറിക്കിടപ്പുണ്ട്. സഭ ഒരു വലിയ ശക്തിയേറിയ അനുഭവത്തിലേക്ക് വരാൻ പോവുക. യഥാർത്ഥ സഭ വെളിപ്പെടാൻ പോവുക. യഥാർത്ഥ കർത്താവിൻ്റെ സഭ വെളിപ്പെടാൻ പോവുക. അതിൻ്റെ സമയം സമാഗതമായി. അതുകൊണ്ട് ഈ പ്രമാണങ്ങൾ വായിച്ചു പഠിച്ചനുസരിച്ച് അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ യഥാർത്ഥ ദൈവസഭയുടെ അംഗങ്ങളായി നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് 2, 3, 4, 5 പേർ അല്ലെങ്കിൽ ഒരു കുടുംബമൊക്കെ ഇരുന്ന്, കൂട്ടുകുടുംബങ്ങളൊക്കെ ഇരുന്ന് ഈ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ഇതൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാം. പ്രസ്ഥാനങ്ങളിൽ പോയാലേ സ്വർഗത്ത് പോകാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അടിപടലം തെറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് സ്വർഗരാജ്യത്ത് പോകാൻ വീട്ടിലെ സഭകൾ തന്നെ അത് അധികം തന്നെയാണ്. അത് മതിയായതാണ്. പ്രവൃത്തി പുസ്തകത്തിൽ വീട്ടിലെ സഭയെക്കുറിച്ച് പറയുന്നു, ലേഖനങ്ങളിൽ വീട്ടിലെ സഭകളെക്കുറിച്ച് പറയുന്നു. വീട്ടിലെ സഭകൾക്ക് എന്താ കുഴപ്പം? നല്ല കറതീർന്ന ഉപദേശം അവിടെ പ്രസ്താവിക്കപ്പെടാം. ആരും കുച്ചുവിലങ്ങിടാനില്ല. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ പ്രബോധനങ്ങൾ, യാക്കോബിൻ്റെ ലേഖനത്തിലെ പ്രബോധനങ്ങൾ നമുക്ക് ഉപകാരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വരങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.